what someone with no money has in common with someone with too much money? Living is no fun for them. ആദ്യ സീസൺ റിലീസിൽ തന്നെ OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിനെ പോലും ഞെട്ടിച്ചു മുന്നേറിയ സ്ക്വിഡ് ഗെയിം എന്ന സീരീസിൻ്റെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡിൽ നായകനായ സിയോങ്ങിനോട് ഓയില്ലാം പറയുന്ന വാക്കാണത്. കയ്യിൽ ഒന്നുമില്ലാത്തവനും അവനടങ്ങുന്ന വലിയ സമൂഹത്തെ പണം കൊണ്ട് കുതിരയാക്കി ആസ്വദിക്കുന്ന കയ്യിലെല്ലാം ഉള്ളവനും ഒരു ഗെയിമിൻ്റെ രണ്ടറ്റത്തിരുന്ന സീരീസായിരുന്നു സ്ക്വിഡ് ഗെയിം. ഈ വരുന്ന ഡിസംബറിൽ 2ാം സീസണും അടുത്ത വർഷം തന്നെ അവസാന സീസണായ 3ാം സീസണും ഉണ്ടാകുമെന്ന് നെറ്റ്ഫ്ലിക്സ് അറിയിച്ചതോടെ 3 വർഷം മുമ്പ് റിലീസ് ചെയ്ത സീരീസിനെ റീവിസിറ്റ് ചെയ്യുകയാണ് ബിഞ്ച് വാച്ചേഴ്സ്. കൂടുതൽ ഇന്റൻസ് പ്ലോട്ട് ട്വിസ്റ്റുകളും സൈക്കോളജിക്കൽ അപ്രോച്ചുകളും പ്രതീക്ഷിക്കുന്ന അടുത്ത സീരീസിനെ കുറിച്ചുള്ള ഫാൻ തിയറികൾ സജീവമാവുകയാണ്. എന്താവും സ്ക്വിഡ് ഗെയിമിന് ഇനി പറയാനുണ്ടാവുക? പുതിയ ഗെറ്റപ്പിൽ തിരികെ ഗെയിമിനിറങ്ങുന്ന സിയോങ്ങിന്റെ പ്ലാൻ എന്താകും? പുറത്തു വന്ന ട്രെയിലറിന് എന്തെങ്കിലും ഹിന്റ് തരാനുണ്ടാകുമോ? മുൻനിര K-pop താരങ്ങളായ ഇംസി വാനിനെയും പാർക്ക് യു യങ്ങിനെയും അടക്കം പുതിയ സീസണിൽ കൊണ്ടുവരുന്നത് എന്തിനാകും? 2021 ഏറ്റവും അധികം ആളുകൾ നെറ്റ്ഫ്ലിക്സിൽ കണ്ട സ്ക്വിഡ് ഗെയിം അതേ വർഷം ഇന്ത്യ അടക്കമുള്ള 94 രാജ്യങ്ങളിലെ മോസ്റ്റ് വാച്ച് പ്രോഗ്രാമാണ്. റിലീസ് ചെയ്ത 4 ആഴ്ച കൊണ്ട് 165 കോടി കാഴ്ചക്കാരെയും 14 കോടി ഹൗസ് ഹോൾഡ് അംഗങ്ങളെയുമാണ് പരമ്പര സമ്പാദിച്ചത്. 2020 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത ബ്രിജർട്ടൺ എന്ന റൊമാൻറ്റിക് പരമ്പരയുടെ റെക്കോർഡ് കൂടിയാണ് ആദ്യമായൊരു കൊറിയൻ ഗെയിം ത്രില്ലർ മറികടന്നത്. അമേരിക്കൻ ചിത്രങ്ങളും യൂറോപ്യൻ മെയിൻ സ്ട്രീം ചിത്രങ്ങളും അടക്കി വാണ ഒരു സ്പേസിലേക്കാണ് കാഴ്ചക്കാരിൽ ലഹരി പിടിപ്പിക്കുന്ന ഗെയിമുകളും ട്വിസ്റ്റുകളുമായി ഒരു കൊറിയൻ ഡ്രാമ എത്തിയത്. ആദ്യമായി ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നേടിയ കൊറിയൻ ഡ്രാമയും ഇത് തന്നെ. 12 വർഷം കൊണ്ട് ആദ്യ സീസൺ സാധ്യമാക്കിയ ഒരു സീരീസ് വെറും 12 ദിവസങ്ങൾ കൊണ്ട് ലോക റെക്കോർഡുകൾ മറികടക്കുന്ന കാഴ്ച കണ്ട് സാക്ഷാൽ നെറ്റ്ഫ്ലിക്സ് പോലും ഞെട്ടി. ചൂത് കളിച്ചും യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ലാതെ നടന്ന സിയോങ് എന്ന കഥാനായകനിലൂടെയാണ് സീരീസിന്റെ ആദ്യ സീസൺ ആരംഭിക്കുന്നത്. അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി പെട്ടെന്ന് പണം കണ്ടെത്താനാണ് അവിചാരിതമായി പരിചയപ്പെട്ട ഒരു ഗെയിമിന്റെ ഭാഗമാവാൻ അവൻ തീരുമാനിക്കുന്നത്. മനുഷ്യർക്ക് അത്ര എളുപ്പം കണ്ടെത്താനോ എത്തിച്ചേരാനോ ആവാത്തൊരു ദ്വീപിൽ 455 കളിക്കാർക്കൊപ്പം അവൻ എത്തിച്ചേരുന്നു. പ്ലെയർ 456 എന്ന പേരിൽ. ഒന്നെങ്കിൽ എല്ലാ ഗെയിമുകളും ജയിച്ച് 4560 കോടി രൂപയുമായി പുറത്തിറങ്ങാം, അല്ലെങ്കിൽ അവിടെ മരിച്ചു വീഴാം. എന്തായാലും സിയോങ്ങിനെ പോലെ അവിടെ എത്തിയവരിൽ ആരും പുറത്തിറങ്ങിയാൽ പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോവാൻ പ്രാപ്തരായ ആളുകളല്ല. പ്ലെയർ 322 പറയുന്ന വാക്കിൽ അതുണ്ട്. മടങ്ങിപ്പോകാൻ എനിക്കൊരു വീട് ബാക്കിയില്ല, ഇവിടെ എനിക്കൊരു സാധ്യതയെങ്കിലും അവശേഷിക്കുന്നു. പുറത്ത് അതുമില്ല, അവിടെ ഒന്നുമില്ല. പുറത്തിറങ്ങിയാൽ വട്ടപൂജ്യമായ മനുഷ്യർ ഒന്നിച്ച് ജീവൻ പണയപ്പെടുത്തിയാണ് കളിക്കാനിറങ്ങുന്നത്. പക്ഷെ കളിക്കേണ്ടത് കുറേ കുട്ടിക്കളികൾ. കൊറിയയ്ക്കപ്പുറത്തും ലോകത്തെങ്ങുമുള്ള മനുഷ്യർക്ക് ബാല്യത്തിലേക്ക് നോക്കി അയവിറക്കാനാവുന്ന തരം കുട്ടിക്കളികൾ. കളർഫുള്ളായ പശ്ചാത്തലത്തിൽ രസകരമായ എന്നാൽ ഇൻട്രൂഗിംഗ് ആയ ബാക്ക്ഗ്രൗണ്ട് സ്കോറോടെ അവതരിപ്പിക്കുന്നത് വയലൻസ് ആണെന്നതുകൂടിയാണ് സ്ക്വിഡ് ഗെയിമിനെ വ്യത്യസ്തമാക്കിയത്. വർഷങ്ങൾക്കിപ്പുറം നെറ്റ്ഫ്ലിക്സ് പുറത്തുവിട്ട പുതിയ ട്രെയിലറും മുമ്പ് തന്നെ പുറത്തു വന്ന ക്യാരക്ടർ അനൗൺസ്മെന്റും മുൻനിർത്തി നിരവധി ഫാൻ തിയറികളാണ് ഇന്റർനെറ്റിൽ നിറയുന്നത്. കഴിഞ്ഞ ദിവസം ക്യാരക്ടർ പോസ്റ്ററും ട്രെയിലറും പങ്കുവെച്ച ഗീക്ക് വീക്ക് ഇവന്റിൽ ഇതിലെ പല തിയറികളെയും ഔദ്യോഗികമായി തന്നെ ടീം തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ 4 ദിവസം കൊണ്ട് 2.5 മില്യൺ കാഴ്ചക്കാരെ നേടിയ ട്രെയിലറിൽ ഇതിൽ പറഞ്ഞ പല തിയറികളിലെയും സംശയം മുറുകിപ്പിക്കുന്ന കാഴ്ചകൾ കാണാം. അതിൽ ആദ്യത്തേത് പോസ്റ്ററിൽ കാണുന്ന 392ാം പ്ലെയറും അയാൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ശവപ്പെട്ടിയുമാണ്. 2ാം സീസണിലേക്ക് എത്തുമ്പോൾ സിയോങ് ഗെയിമിലേക്ക് തിരിച്ചു വരുന്നതായി ഉറപ്പിക്കാം. 456ാം നമ്പർ പ്ലെയറായി തന്നെയാണ് സിയോങ് 2ാം സീസണിൽ എത്തുന്നത്. ട്രെയിലർ ആരംഭിക്കുന്നിടത്ത് ഒരു ഹോട്ടൽ മുറി എന്ന് കരുതാവുന്നിടത്ത് സ്വപ്നത്തിൽ നിന്നും ഞെട്ടി എണിക്കുന്ന സിയോങ്ങിനെയും അയാളുടെ വാതിലിൽ മുട്ടുന്ന ഫ്രണ്ട്മാനെയും കാണിച്ചുകൊണ്ടാണ്. ഒരുപക്ഷെ സിയോങ്ങിനെ ട്രാപ്പിലാക്കാനോ അല്ലെങ്കിൽ പരസ്പരം റോൾ സ്വാപ്പ് ചെയ്യാനോ ആകാം എന്നൊക്കെയാണ് ഫാൻ തിയറികൾ പറഞ്ഞു വെക്കുന്നത്. അതെന്തായാലും ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം സിയോങ്ങിന്റെ മുടിയാണ്. ആദ്യ സീസണിന്റെ അവസാനത്തിൽ പിങ്ക് മുടിയിലാണ് സിയോങ് ഗെയിമിലേക്ക് മടങ്ങുന്നതായി കാണിക്കുന്നത്. എന്നാൽ ഇവിടെ അയാളുടെ മുടി തിരികെ കറുപ്പാകുന്നുണ്ട്. വെട്ടി ചെറുതാക്കിയ കറുപ്പ് മുടി ഒരുപക്ഷെ 2 സീസണുകളുടെയും ഇടയിലെ ടൈം ഗ്യാപ്പിനെ സൂചിപ്പിക്കുന്നതാകാം. പക്ഷേ ഒരിക്കൽ ഗെയിമിൽ രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ അധികം സമയ വ്യത്യാസമില്ലാതെയാണ് അവരെ കൊണ്ടുപോകുന്നത്. ഇതേക്കുറിച്ച് വരുന്ന ഏറ്റവും രസകരമായ ഒരു തിയറി ഒരുപക്ഷെ സിയോങ് ടൈം ട്രാവൽ ചെയ്യുന്നതായിരിക്കുമെന്നതാണ്. ഇപ്പോൾ ഈ ടൈം ട്രാവലും മൾട്ടിവേഴ്സും ഒക്കെയുള്ള ഒരു ട്രെൻഡ്. അടുത്ത രംഗത്തിൽ കൺഫ്യൂസ്ഡായി പുറത്തു നിൽക്കുന്ന ഒരു പിങ്ക് സ്ക്വാഡ് അംഗത്തെയാണ് കാണിക്കുന്നത്.
എങ്കിൽ സിയാങ്ങിനെ ഫ്രണ്ട്മാൻ ഒരു പക്ഷെ പിങ്ക് സ്ക്വാഡിൽ നിയോഗിച്ച് കാണാനും സാധ്യതയുണ്ടാകുമോ? അറിയില്ല. പക്ഷെ അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ട്രാപ്പിന് പ്രാപ്തമായ ഒരു കാരണം കൂടെ വേണ്ടേ? ചിലപ്പോൾ ആദ്യ സീസണിൽ കുട്ടിയായിരുന്ന സിയോങ്ങിന്റെ മകൾ വളർന്ന് ഗെയിമിൽ പാർട്ടിസിപ്പൻ്റ് ആവുകയും അത് കാണിച്ച് ഫ്രണ്ട്മാൻ ഇയാളെ ട്രാപ്പിലാക്കുകയും ചെയ്യുന്നതാവാമത്രേ. അപ്പോൾ ഈ ടൈം ട്രാവലിൽ കുട്ടി വേറെ ഡയറക്ഷനിലേക്കാണോ പോയത്? ട്രെയിലറിൽ ക്യൂരിയോസിറ്റി സമ്മാനിക്കുന്ന ഒരു കഥാപാത്രം ബ്ലാക്ക് യൂണിഫോമിൽ പുതിയ മാസ്ക് ധരിച്ച ഇയാളാണ്. ഈ യൂണിഫോം കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആദ്യ സീസണിലെ ഗെയിമുകൾ തന്നെയാകും വീണ്ടും എത്തുന്നത് എന്ന തിയറിക്കുള്ള സാധ്യത കുറവാണ്. പുതിയ സീസണിൽ വ്യത്യസ്തമായ കൊറിയൻ ഗെയിമുകളാണ് ഉൾപ്പെടുത്തിയതെന്ന് ടീം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആദ്യ ഭാഗത്തിൽ തന്നെ ഗെയിം എന്താണെന്നും എങ്ങനെ വിജയിക്കണമെന്നും എന്താണ് സംഭവിക്കുന്നതെന്നും പൂർണ്ണമായും പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാൽ ഗെയിം ജയിച്ച് കോടീശ്വരനായ സിയോങ് ഞങ്ങൾ കുതിരകളല്ല മനുഷ്യരാണെന്ന് പഠിപ്പിക്കാൻ ഞാൻ തിരികെ വരുമെന്ന് അറിയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സിയോങ്ങിന്റെ പ്രതികാരമായിരിക്കാം രണ്ടാം സീസൺ എന്നും അതല്ല ആരാണ് ഫ്രണ്ട്മാൻ എന്ന് കണ്ടെത്തുകയും എങ്ങനെ ഇത്തരം ഒരു ഗെയിം ഉണ്ടായെന്നുള്ള രഹസ്യങ്ങളിലേക്ക് അതിന്റെ ഭൂതകാലങ്ങളിലേക്കായിരിക്കാം അടുത്ത സീസൺ എത്തുകയെന്നുമാണ് എക്സ്പെക്ടേഷനുകൾ. ഫ്രണ്ട്മാന്റെ രഹസ്യങ്ങൾ കണ്ടെത്തിയ ഹോൺ ജൂങ് ഹോയ്ക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്നും അയാൾ കണ്ടെത്തിയ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്നും ഈ സീസണിൽ ചുരുളഴിയാൻ സാധ്യതയുണ്ട്. ആദ്യ സീസണിൽ പൂർണ്ണതയില്ലാതെ അവതരിപ്പിച്ച ഇത്തരം പല കഥാപാത്രങ്ങൾക്കും പുതിയ സീസണിൽ ഉത്തരങ്ങൾ പങ്കുവെക്കാൻ കാണും. ഹ്വാങ് ഡോക് ഹ്യൂക്ക് എന്ന സംവിധായകൻ 2009 എഴുതിയ കഥയാണ് വർഷങ്ങൾക്ക് ശേഷം ലോകത്തിൽ ഏറ്റവും അധികം ആരാധകരെ സമ്പാദിച്ച സൃഷ്ടിയായത്. നീണ്ട 9 വർഷം ഇതേ കഥയുമായി ഹ്വാങ് പല നിർമ്മാതാക്കളെയും സമീപിച്ചെങ്കിലും എല്ലാവരും അയാളെ കൈയൊഴിഞ്ഞു. ഈ ഘട്ടത്തിലാണ് നെറ്റ്ഫ്ലിക്സ് അവരുടെ ഫോറിൻ ലാംഗ്വേജ് കണ്ടന്റുകളെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സ്ക്വിഡ് ഗെയിം ഒന്ന് പരീക്ഷിക്കാമെന്ന് വെക്കുന്നത്. ഒരു ക്യാപിറ്റലിസ്റ്റിക് രാജ്യമായ ദക്ഷിണ കൊറിയയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഡ്രാമ അവിടുത്തെ സാമ്പത്തിക അസമത്വത്തിലേക്ക് പരീക്ഷണം എന്നോണം നടത്തിയ പരിഹാസം കൂടിയായി സ്ക്വിഡ് ഗെയിം. പ്രകടനങ്ങളും സാങ്കേതികതകളും അതിനെല്ലാം പുറത്തു നിൽക്കുന്ന ട്വിസ്റ്റുകളുടെ പരമ്പര തീർത്ത തിരക്കഥയുമാണ് സ്ക്വിഡ് ഗെയിമിന് ആരാധകരെ ഉണ്ടാക്കിയത്. കൊറിയൻ ഡ്രാമകളെയും സിനിമകളെയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്ത വൈറ്റ്മാൻ ചിത്രങ്ങൾക്കും സീരീസുകൾക്കും മേലെ വീണ പ്രഹരം കൂടിയായത്. എന്തായാലും ആ ആവേശം രണ്ടാം സീസണിലും ഉണ്ടാകുമെന്നത് തന്നെയാണ് നെറ്റ്ഫ്ലിക്സിൻ്റെയും പ്രേക്ഷകരുടെയും പ്രതീക്ഷ.